ഹലോ ഗായ്സ്, ഹായ്. മഴ കുറച്ച് മാറിയോണ്ടാണ് പുറത്തോട്ട് ഇറങ്ങിയത്. നല്ല മനോഹരമായ റിസോർട്ടാണ്, കണ്ടല്ലോ. പിന്നെ ഇന്നലെ രാത്രിയാണ് കാണിച്ചത്. ഒരുപാട് സൗകര്യങ്ങളുള്ള റിസോർട്ടാണ്. ഒരു മാന്യമായ റേറ്റിന് കിട്ടും. ഇതിൻ്റെ സ്ഥലവും ഇതിൻ്റെ റൂട്ടും ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിരിക്കാം. 300 ഏക്കറിനകത്താണ്. വളരെ നല്ല ട്രീറ്റാണ് കേട്ടോ. ആഹാരമായിരുന്നാലും ശരി തന്നെ, ഫുഡും എല്ലാം മറ്റു കാര്യങ്ങളൊക്കെ നല്ല ഒരു ഇത് നോക്കി നമുക്ക് നല്ല കല്ല് വാഴ. പിന്നെ ഇത് എന്താണെന്ന് അറിയില്ല, എനിക്കൊരു ലൈറ്റ് ചെടിയാണെന്ന് തോന്നുന്നു. ഇത് നിങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യണേ ഒന്ന്. കണ്ടോ, ഇതൊരു ചെടിയാണ് കണ്ടോ. ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് കണ്ടോ, ഒരു ലൈറ്റിൻ്റെ ഭംഗിയിൽ ആകൃതിയിൽ ഒരു ഫ്രൂട്ട്സിൻ്റെ രീതിയിലാണ് ഈ ചെടി നിൽക്കുന്നത്. കണ്ടോ, നല്ലൊരു കണ്ടോ, ഇതാണോ. ഇത് നല്ല ലൈറ്റ് പോലത്തെ ചെടി, ഇത് തന്നെ ബംബ്ലിങ്ങാൻ പോലത്തെ ചെടി. നല്ല രസമുണ്ട്. പക്ഷേ ഇതിങ്ങനെ പൊട്ടിച്ചാൽ പൊട്ടുന്നിട്ടേ, ബലൂൺ പോലെ ഇരിക്കും, പൊട്ടുന്നില്ല അത്ര നല്ല. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണേ. കണ്ടോ കണ്ടോ കണ്ടോ, ഇതിൻ്റെ പുറത്തൊക്കെ ചെറിയ മുള്ളാണ്, വലിയ മുള്ളൊന്നുള്ളത്. എന്താണെന്നുള്ളത് നമുക്കൊന്ന് അന്വേഷിക്കുക. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഇത് ഈ ചെടി എന്താണെന്നുള്ള അറിയാം, ഈ ചെടിയിലെ ഈ പൂവ് എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണേ. കണ്ടോ, നല്ല രസകരമായിട്ട് കണ്ടോ. ഞാൻ സൂം ചെയ്ത് കാണിക്കണ്ട. ഈ മരം ഇതാണുണ്ടോ, ഈ ചെടി ഇതാണുണ്ടോ, കായൊക്കെ ഉള്ള ചെടിയാണോ, അടിപൊളി. ഇത് തന്നെ ഒരു മരം, നാരങ്ങയാണെന്ന് തോന്നുന്നു. ചെറിയ നാരകത്തിൻ്റെ മരമാണ്. ഒരു നാരങ്ങയൊക്കെ വിഴുന്ന് കിടക്കണം. എന്താ നാരങ്ങ വിഴുന്ന് കിടക്കുക. നമുക്കല്ലേ ഇത് കയ്യിൽ വെച്ചോ, ഇന്ത്യയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നാരങ്ങ ഒന്നുകൂടെ നോക്കട്ടെ, അതിൽ നാരങ്ങ ഉണ്ട്. നാരങ്ങ എടുത്ത് നോക്കാം. അല്ല, പഴുത്തൊരു നാരങ്ങ കുലിക്കപ്പം വീണതാണ്. ഇതാണ് വേറെ ചെറിയ കല്ല് വാഴയാണ്, ചെറിയ കല്ല് വാഴ. കല്ല് വാഴയാണ്, ചെറിയ കൊലച്ച് നിൽക്കണേ. കല്ല് വാഴ മുള്ളുണ്ടോ മുളക്? ചെറിയൊരു അരം പോലെ ഉണ്ടല്ലേ. ഇതാരെങ്കിലും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ, ഒന്ന് ഈ കമൻറ്റിലൂടെ ഒന്ന് പറഞ്ഞേക്കണേ. ഉണ്ടോ ഇല്ല, നെല്ലിമരം. പിന്നെ നമ്മുടെ കൂടെ വന്ന് നമ്മുടെ കാരണവർക്ക് കൊടുത്തൊരു കോട്ടേജാണ്. ഇവിടെയാണ് എന്തോ ഇത് പൂട്ടിക്കണ്ട, 103 എന്ന് പറയുന്നൊരു കോട്ടേജാണ്. പൂട്ടിയിട്ടുണ്ടോ നോക്കി, ഒന്ന് പ്രസ് ചെയ്തോന്ന്. പൂട്ടിക്കാണ്. വേണ്ട, ഈ ചെടി ഇത് ബൾബ് പോലെ നിൽക്കുന്നൊരു സംഭവമാണ് കേട്ടോ. ഇത് എന്താണ്, ഇത് പൂവാണ് സംഭവം. കണ്ടോ, ഞാനൊന്ന് പിടിച്ചു നോക്കിയിട്ടുണ്ട്. ബലൂണ് പോലെ കണ്ടോ, ഇത് ബലൂണ് പോലെ ഉണ്ട്, പൊട്ടുന്നില്ല, നല്ല ബലം. ബലൂണ് പോലെ കാണുന്നു. അപ്പം ഞാൻ ഇതിനൊരു പേരിടുക. നിങ്ങളാണെങ്കിലും ഇതിൻ്റെ പേരറിയാമെങ്കിൽ ഇൻസ്റ്റയിലൊന്ന് കമൻറ്റ് ചെയ്തിരിക്കണേ. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, ഞാനൊന്ന് അന്വേഷിക്കാം. എന്തായാലും ഞാൻ ഇതിൻ്റെ പേരിടാൻ അത്ഭുതച്ചെടി. അത്ഭുതച്ചെടി, തവളയുടെ വയറ് പോലെ പിരിയിക്കുന്ന അത്ഭുതച്ചെടി. കണ്ടോ, ഇതിൻ്റെ മൂട് ആണ്, ഇതിൻ്റെ മൂട്. എൻ്റെ ഫുൾ വീഡിയോസ് യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയാൽ അറിയാം. ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോസ് ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മതി കേട്ടോ. അത്ഭുതച്ചെടി, അത്ഭുതച്ചെടിയും അലാവുദ്ദീൻ്റെ അത്ഭുതച്ചെടി ഞാനിട്ടൊരു പേരാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഇതാണ് കല്ല്. ഇതെന്ത്, കാരണം നെറ്റിപ്പട്ടമുള്ള വാഴ. നെൽവാഴ നെറ്റിപ്പട്ടമുണ്ട് കേട്ടോ, നല്ല സുന്ദരമായ നെറ്റിപ്പട്ടമുള്ള വാഴ. നെറ്റിപ്പട്ടമുള്ള വാഴ കണ്ടോ, നെറ്റിപ്പട്ടമുള്ള വാഴ. അടിപൊളി, അതും കൊള്ളാം, നല്ല രസം.
ഏലം പറിക്കാറൊന്നും ആയിട്ടില്ല. ഡിസംബർ ആകുമ്പോഴേ പറിക്കാറൊക്കെ കായും പൂവൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസ് ഒക്കെ നല്ല വ്യൂ ആണ്. ഡിസംബർ ആകുമ്പോഴേ നല്ല ഏലൊക്കെ പിടിച്ച ആമിന ഏലം ഇത് കാപ്പിത്തോട്ടമാണ്. കാപ്പി നല്ല നാടൻ കാപ്പിയുടെ തോട്ടമുണ്ട്. നല്ല ഇവിടെ കാപ്പി തേയില ഒക്കെ ഇട്ടിട്ട് കാപ്പിത്തോട്ടമാണത്. കണ്ടോ കാപ്പി മൊത്തം കാപ്പിയുടെ തോട്ടമാണ് കേട്ടോ. കാപ്പിയൊക്കെ എത്തിക്കുക കാപ്പിത്തോട്ടം ഉണ്ടോ. നല്ല കാപ്പിയുടെ ഒക്കെ ഉണ്ട്. മൊത്തത്തിൽ ഇവരുടെ ആണോ ഉണ്ടോ വനം മൊത്തത്തിൽ ഏല അങ്ങ് നട്ടിരിക്കുക. എത്ര 300 ഏക്കർ എന്നൊക്കെ പറയാം. എന്താ ഈ ചെറിയൊരു ജില്ലയിലേക്ക് പോകാനാണ്. തടി കൊണ്ടുള്ളൊരു 2 കെട്ടാണ്. 4 കെട്ടും 2 കെട്ട് 8 കെട്ട് എന്നൊക്കെ പറയുന്നത് തറവാടിത്തും പോലുള്ളതാണ്. അവിടെ കണ്ട ഇവിടെ ഒരു പച്ചപ്പ്. അതുപോലെ ക്യാൻസറിൻ്റെ കാര്യമൊന്നും പറയണ്ട. രാത്രിയൊക്കെ ഏത് സമയം നിങ്ങൾ ചോദിച്ചാലും ക്യാൻസർ ചെയ്യും. അതിനൊന്നും ഒരു ബുദ്ധിമുട്ട്. ഇപ്പോൾ രാത്രി 1 മണിക്കാണ് പറയുകയാണെങ്കിൽ ചേട്ടാ അത് ക്യാൻസർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടസ്സമില്ല. 1, 2, 3 പ്രാവശ്യം നിങ്ങൾക്ക് ക്യാൻസർ വേണമെങ്കിലും വെള്ളിയിട്ട് തരും. അങ്ങനെയൊക്കെ വളരെ സഹകരണമുള്ള ആൾക്കാരാണ്. ചേട്ടനെ സംബന്ധിച്ചോളം ചേട്ടൻ്റെ സ്റ്റാഫിനെ സംബന്ധിച്ചോളം പാതിരാത്രി വിളിച്ച് ചേട്ടാ നല്ല തണുപ്പാണ്, ഇത് ക്യാൻസർ ചെയ്യണം, നമുക്കൊന്ന് എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആ സമയം അതിനുള്ള സംവിധാനം അപ്പം ഒടുക്കിയിരിക്കും. വേണ്ടോ ഇവിടെ ഒരു സപ്രാഞ്ചി കട്ടിലുണ്ട്. മനോഹരമായിട്ട് നിങ്ങളെ കുട്ടികൾക്കൊക്കെ വന്ന് നല്ലതുപോലെ കളിക്കാം. പിന്നെ പാർക്ക് ചെയ്യാൻ 10-15 വണ്ടി തന്നെ ഇതിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അവിടെ ഓഫീസ് റൂമുണ്ട്. മറ്റുള്ള അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏത് സിമ്മിനോട് റേഞ്ച് ഉണ്ടോ ഇല്ലെന്നുള്ള റേഞ്ച് കിട്ടാൻ പാടാണ്. എന്നാലും വൈഫൈയുടെ കണക്ഷനും വൈഫൈ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഒരു ബുദ്ധിമുട്ടുള്ള മൊബൈലിന് നമുക്ക് വിളിക്കാനായിരുന്നാലും ഒന്നിനൊരു തടസ്സമില്ല. അതുപോലെ വേണ്ട നല്ല മനോഹരമായ ചെടികളും നല്ല കസേരയും. കാരണം വന്നിവിടെ 2-3 ദിവസം നിന്നാലേ അതിൻ്റെ ഒരു സുഖം അറിയാൻ പറ്റുന്നുള്ളൂ. കാരണം നമ്മൾ വളരെ വൈകിപ്പോയി ഇവിടെ വരാൻ. ഒരുപാട് യാത്രയൊക്കെ കാമ്പല്ലൂരും മറയൂരും ഇങ്ങനെയൊക്കെ ഒരുപാട് യാത്രയൊക്കെ വട്ടവടയൊക്കെ പോയിട്ട് വന്നതുകൊണ്ട് നമുക്കിങ്ങനെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലാണ്ട് അവരുടെ ഓഫീസിൻ്റെയൊക്കെ വൃത്തിയില്ല. പിന്നെ ഓഫീസിൻ്റെ വൃത്തി ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ പോലും അവർക്ക് ഇത്ര രൂപ വേണം ഇവിടെ കിടത്താൻ, അങ്ങനെയല്ല അവർക്ക് കിടക്കാനുള്ള സൗകര്യമൊക്കെ വളരെ ഹാപ്പിയായിട്ട് അവർ ഉണ്ടാക്കി കൊടുക്കും. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. ഇതൊക്കെ അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഇവിടുത്തെ ആളിൻ്റെ ആൾ. ഒരു ഹൈ പറഞ്ഞേ. ഇതാണ് വസീം. ആൾ 20 വർഷമായി നമ്മുടെ മൂന്നാറിലുണ്ട്. പുള്ളിയാണ് എല്ലാത്തിനും ഓൾറൗണ്ടേഴ്സ്. പുള്ളിയുടെ ഫുഡൊക്കെ നല്ല ഫുഡാണ്, അടിപൊളിയാണ്. നമ്മുടെ മലയാളികൾ പോലും തന്നെ നല്ല ഫുഡ് മലയാള രീതിയിൽ വെക്കത്തില്ല. അത്രയും നല്ല സൂപ്പർ ഫുഡാണ് പുള്ളി ചെയ്യുന്നത്. അടിപൊളിയായിട്ട് നിങ്ങൾ എപ്പോൾ നിങ്ങൾ മൂന്നാറിലേക്ക് ഏത് സമയം വന്നാലും നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുക. നല്ല സുന്ദരമായ റിസോർട്ടാണ്. ഒരു ചെറിയ ലോ ബഡ്ജറ്റിൽ താമസിച്ച് നല്ല ഫുഡ് കഴിച്ച് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഒരു 10-25 സെൻറ്റ് സ്ഥലത്തിനകത്തല്ല, 3 ഏക്കറിനകത്ത് ഏലത്തോട്ടവും വനത്തിൻ്റെയും പ്രകൃതിയും മലയെണ്ണാനും മരപ്പട്ടി ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. രാവിലെ തന്നെ മലയെണ്ണാനൊക്കെ മഴയായതുകൊണ്ടാണ് നമുക്ക് കാണിക്കാൻ പറ്റാത്തത്, പിടിക്കാൻ പറ്റാത്തത്. നല്ല വ്യൂ പോയിൻറ്റുകളൊക്കെ ഉണ്ട് അവിടെ, നല്ല രസകരമായിട്ട്. കാരണം ഇത് എടുത്താൽ തീരത്തില്ല. എടുത്തു കഴിഞ്ഞാൽ 3 മാസം എടുക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. നല്ല ആനപ്പൊളിഞ്ചിരിക്കുക, നല്ലതാ മുകളിലൊക്കെ നോക്കുക, നല്ല വനാന്തരവും നല്ല